നമ്മളിന്ന് ന്യൂസ് പേപ്പർ ക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കിടക്കാച്ചി പൂക്കളൊക്കെ ഉണ്ടാക്കാം. നമുക്ക് കുറച്ചധികം പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതേപോലെ അപ്പം ഞാനിവിടെ ബാമ്പൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇത് ചുരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ റീഫില്ലർ വെച്ചിട്ട് ചുരുട്ടിയെടുത്താലും മതി ഒരുപോലെ ട്യൂബ്. അതിനുശേഷം ഇതാ ഇതുപോലെ വെച്ചിട്ട് നമുക്കിതാ കുറച്ച് വലുപ്പത്തിൽ ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഇളകിപ്പോവും. അപ്പോൾ ഇതാ ഇതുപോലെ ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ അതിന് കുറച്ച് പശയും തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഈ ഒരു വലുപ്പത്തിൽ ഞാനിവിടെ ചുറ്റി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തക്കട് വന്നിട്ട് ഇട്ടിൻ്റെ പണിയും തന്നിട്ട് പോയിട്ടുണ്ട്. ഇതുപോലെ രണ്ട് ഷേപ്പ് ഇതുപോലെ ചുറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറുതായി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് ഇളകി പോവും. അപ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതാ കണ്ടോ, ഇതുപോലൊരു ഷേപ്പിൽ കിട്ടും. ഇതാ ഈ ഒരു ഭാഗം എടുത്ത് നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഉണ്ടില്ലേ, എന്നിട്ട് ഈ ഒരു ചെറുതും കൂടി എടുത്ത് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. രണ്ടെണ്ണം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ നന്നായിട്ട് നമുക്ക് വൈറ്റ് ഗ്ലൂ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ നമ്മൾ വൈറ്റ് ഗ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു പീസ് എടുത്ത് ഇതുപോലെ രണ്ടിൻ്റെയും സെൻറ്ററിൽ ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കേണ്ടത്. നമുക്ക് ആ വെള്ളത്തിൻ്റെ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ കുറച്ച് പശ തേച്ച് കൊടുക്കുക. അതിൻ്റെ വെള്ളിലേക്ക് ഇത് അങ്ങോട്ട് എടുത്ത് വെച്ചെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചുരുട്ടി വെച്ചിരിക്കുന്നത് ഈ റോൾ അതിൻ്റെ കൊണ്ട് ഒട്ടിച്ചെടുക്കുക. ഇനിയിപ്പം ഈ ഒരു ഭാഗത്ത് ഫിനിഷിങ് കിട്ടാനായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഒരു കുഞ്ഞു പീസ് എടുത്ത് ഈ നടുക്കത്തേനും കൂടെ വെച്ച് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. അപ്പം നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടുള്ള ബാമ്പൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു അടുപ്പെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് ആ ഒരെണ്ണം എടുത്ത് അതിൻ്റെ ഇടയിലോട്ട് ഇട്ട് ഗ്ലൂ ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ കുറേ എണ്ണം നമുക്ക് എത്രയാണോ ചെയ്യുന്ന നീളം വേണ്ട അത്രയും നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയും നീളത്തിലാട്ടോ ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ ഹൂക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതിൻ്റെ അകത്തേക്ക് ഒരു കമ്പി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ നേരത്തെ നമ്മുടെ അടുത്ത ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലേക്കോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചെയിൻ എടുത്തിട്ട് കൊടുക്കുക. അവിടെ കുറച്ച് ഗ്ലൂ ഇട്ട് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുക. പിന്നെ ഹൂക്ക് ഇതുപോലെ ഒന്ന് ബെൻഡാക്കി കൊടുക്കുന്നുണ്ട്. അവിടെ നന്നായിട്ടൊന്ന് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പൊ ഞാൻ നേരത്തെ ഉണങ്ങാൻ വെച്ചൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിന്റെ മേളിലേക്ക് നമ്മുടെ ഈ ചെയിനും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പെയിന്റ് അടിച്ചു കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ഞാനൊന്ന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റ് കിട്ടാനായിട്ടാണ്. അപ്പോൾ ബ്ലാക്ക് കളർ അടിച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിന്റെ മേളിലേക്ക് ഗോൾഡൻ കളർ പെയിന്റ് കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. സ്പ്രേ പെയിന്റ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ടോ, പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഫൈനലൊക്കെ ഇങ്ങനെയുണ്ട്, കിടല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.